ഹലോ ബഡീസ്. ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാവരും ബഡീസ് എന്ന് വിളിക്കാമെന്ന്. എങ്ങനെയുണ്ട്? വ്ളോഗ് ഇടുന്നവരും വ്ളോഗ് കാണുന്നവരും എൻ്റെ ബഡീസ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോലെ ഒരേ വേവ് ലെന്തിലുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരൂ. അപ്പം നിങ്ങളെന്നെ മിസ് ചെയ്തായിരുന്നു ഇല്ലയെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് മിസ് ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങളെ മിസ് ചെയ്യിക്കാൻ വേണ്ടി വീണ്ടും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അടുത്തൊരു വ്ളോഗുമായിട്ട്. അപ്പം ഈ വ്ളോഗ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കസിൻസ് എന്നെ വിളിക്കാറില്ല, എന്നെ അന്വേഷിക്കാറില്ല, അങ്ങനത്തെ കുറച്ച് വ്യക്തികൾ അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചന്വേഷിക്കുന്ന കസിൻസിനോട് ചോദിച്ചു ഷിൻഡു ചേച്ചിയുമായിട്ട് വല്ല പരിചയമുണ്ടോ എന്ന്. അപ്പോൾ ഷിൻഡു ചേച്ചി വിളിക്കാറൊന്നുമില്ലെങ്കിലും അവളുടെ വ്ളോഗുകൾ കാണാറുണ്ട് എന്ന് പറയുന്ന എൻ്റെ കസിൻസിന് വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കണ്ടേ. അപ്പം ഞാൻ അടുത്തൊരു വ്ളോഗ് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ശരി, അപ്പം ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഡിലേഡ് ത്രൂ മെൽബൺ ചുമ്മാ ഒരു റോഡ് ട്രിപ്പ് പോയായിരുന്നു. ഇവിടെ നിന്ന് 8 hours ഡ്രൈവ്. 8 hours എന്നാണെങ്കിലും നമ്മൾ പിള്ളേരൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്കൊക്കെ അതിച്ചൊരു അങ്ങോട്ട് പോയപ്പം 8 hours ഇങ്ങോട്ട് പോയപ്പം ഒരു 11 hours ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവും കൂടെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ hours ആയിക്കോട്ടെ തിരിച്ച് വരാൻ നേരത്തം. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇത് ഡേ 1 ഞങ്ങളുടെ ഒരു ട്രാവലിൻ്റെ കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഇവിടെ നടിലേടിൽ നിന്ന് ഞങ്ങൾ കൊങ്കൺ പാതയിലെ പോലത്തെ ഒരു കുഞ്ഞൊരു മല തുറന്നുള്ള ഒരു തുരങ്കത്തിൽ കൂടെ കയറി. അതുപോലെ സെയിം തന്നെ നമ്മൾ മെൽബണിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൗണിലോട്ട് എൻ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു തുരങ്കത്തിൽ കൂടെ കേട്ടോ. ഇപ്പോൾ ഈ കൊങ്കമ്പാത പണ്ടത്തെ ഭയങ്കര ഒരു ഫേമസ് ആണ്. ഞങ്ങൾ SLC എനിക്കന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തോന്നുന്നു. 2 മലകൾ തുരന്നിട്ട് വരുന്ന കൊങ്കൺ പാതനെ കുറിച്ചുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് വായിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫാൻ അഡിഷനായിരുന്നു. പക്ഷേ ട്രെയിനിലൊരിക്കൽ ഞാൻ ആ കൊങ്കൺ പാതയിൽ കൂടെ പോയപ്പോൾ അതിൻ്റെ അത്രത്തോളം എന്താ പറയുക, ഒരു മനോഹാരിത നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആ വായിച്ചതിൻ്റെ മനോഹാരിത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. മലകൾ തുരന്ന് പോകുന്ന രണ്ട് മലകൾ തുരന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു റെയിൽ പാളം അടിപൊളിയല്ലായിരുന്നു ആ കൊങ്കൺ. ആരെങ്കിലും ഫീച്ചേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാനത് വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ മാന്ത്രികമായ എന്താ പറയുക, ഒരു പിക്ചർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. 2 മലകൾ തുരന്ന് അതിൻ്റെ നടുക്ക് കൂടി ഒരു ട്രെയിൻ പോകുന്ന ഒരു പിക്ചറും ചുറ്റും പാറക്കൂട്ടങ്ങൾ, അതിനകത്തേക്ക് പച്ചപ്പ് നിറഞ്ഞൊരു ഭയങ്കരമായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് എനിക്കന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു വിവരണം ഭയങ്കരമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിൽ തീർക്കാൻ എനിക്കൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ, ഈ കൊങ്കൺ പാത കാണുമ്പോൾ ഏതൊരു മല തുറന്നിട്ടുള്ളൊരു പാതയിൽ കൂടെ കയറുമ്പോൾ ഞാൻ എപ്പോഴും കൊങ്കണയെക്കുറിച്ച് ഓർക്കും. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മെൽബണിലെത്തി. മെൽബണിൽ സെയിം തന്നെ നമ്മൾ ടൗണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു തുരങ്കമാർഗ്ഗത്തിലൂടെയാണ് സെയിം തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് അപ്പുറത്തെ ടൗണിലോട്ട് ചെല്ലുന്നത്. ഒട്ടുമുക്കാൽ എനിക്കത് ട്രാഫിക്കിനൊക്കെ മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നമ്മൾ കറക്റ്റായിട്ട് അവർ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ അഡിലേഡിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും സെയിം തന്നെയുണ്ട്, മലകളെ തുരന്ന് നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആക്കിയിട്ട്. പക്ഷേ നല്ല അടിപൊളി കേട്ടോ, അതിനകത്ത് കൂടെയൊക്കെ പോകാൻ. അബുദാബിയിലുണ്ട്, ഇപ്പോൾ അബുദാബിയിലുണ്ട് നമുക്ക് ഈയിടെയായിട്ട്. ഞങ്ങൾ വരുന്നതിനൊക്കെ ഒരു 5 വർഷം മുമ്പങ്ങാണ്ടായിരുന്നു ഒരു ഇത് തുറന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് ആദ്യം തന്നെ അങ്ങനെ ഡ്രൈവ് 8 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയിരുന്നു. ഒരു പ്രതീക്ഷ നമുക്ക് മെൽബൺ എന്താണെന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ മെൽബൺ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതാണ് അടിപൊളി. ഇതാണ് നമ്മൾ മെൽബണിലോട്ട് എത്തിച്ചേരുന്ന രംഗം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫീലിങ്സ് എനിക്ക് എന്തോ ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദുബായിൽ നിന്ന് ഒരു 2 മണിക്കൂർ, അബുദാബിയിൽ നിന്ന് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ ആ ദുബായിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഒരു ഫീലിങ്സ് ഇല്ല. നമ്മൾ ആ ഫുള്ള് ബിൽഡിങ്ങൊക്കെ കണ്ട് അവിടെ നിന്ന് അങ്ങ് എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീലിങ്സ് തോന്നിക്കത്തില്ലേ. സെയിം ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അവിടെ വന്നത്തേക്കും. സെയിം അബുദാബിയിലോട്ട് നമ്മൾ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ദുബായിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ആഹാ ദുബായ് എന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലേ, പണ്ടത്തെ നമ്മുടെ ചാനലുകളിലൊക്കെ കാണിക്കുന്ന ദുബായ് തന്നെ. സെയിം തന്നെയായിരുന്നു കേട്ടോ. മെൽബണിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും, പക്ഷേ മെൽബൺ സിറ്റി കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ചെടികളുണ്ട്, കുറച്ചും കൂടെ തണുപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് മോഡേൺ, അതായത് വെസ്റ്റേൺ പ്ലസ് നമ്മുടെ ഗൾഫും കൂടെ മിക്സാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വ്യൂ നോക്കി ശരിക്കും ഒരു അബുദാബിന്ന് വായി വരുന്നതെന്ന് തോന്നുന്നു. ദുബായ് ലുക്കില്ലേ, അബുദാബിയുടെ അത്രയല്ല കേട്ടോ, ദുബായ് ലുക്കാണ് ശരിക്കും. അപ്പം ഞങ്ങൾ മെട്രോ ഒക്കെയാണ് ശരിക്കും. മെട്രോ ഉണ്ട്, ട്രെയിനുണ്ട്, എല്ലാം ഉണ്ട്. ടൗണിലെല്ലാം കൂടെ മിക്സ് ട്രാഫിക്കൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത്. കാരണം സൗത്ത് ഓസ്ട്രേലിയൻ്റെ ഡ്രൈവിംഗ് അല്ല മെൽബണിൽ. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കയറ്റി നിർത്തി അല്ലാത്ത ഡ്രൈവിംഗൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ദുബായിലൊക്കെ ഓടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു വെച്ചാൽ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇടയ്ക്കൊക്കെ ചില സിഗ്നൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ മാത്രം പുള്ളിക്കാരന് ഇച്ചിരി കൺഫ്യൂഷൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് എന്ത് ചെയ്യുന്നു. സിഗ്നൽ ഇല്ലാത്തടത്ത്, നമ്മുടെ നാട്ടിൽ സിഗ്നൽ ഇല്ലാത്തടത്ത് എങ്ങനെ ഓടിക്കും അതുപോലെ ഓടിക്കണം അല്ലേ.
അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ താക്കോലൊക്കെ എടുത്ത് നമ്മുടെ ഫ്ലാറ്റിൽ കയറി. ഇത് ശരിക്കും പറഞ്ഞാൽ പിറ്റത്തെ ദിവസം ഇറങ്ങിയൊരു വീഡിയോ ആണ്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. മറ്റൊരു വീഡിയോ ആയിട്ട് ഡേ 2 വരാം കേട്ടോ.